നമ്മൾ ഈ ഫോറക്സ് ട്രേഡേഴ്സിനൊക്കെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്യുന്ന ഒരു കേസാണ്. നമ്മൾ അത്രയും ദിവസം അല്ലെങ്കിൽ അത്രയും കാലം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം തൊട്ടടുത്ത ദിവസം മോർണിംഗിൽ നോക്കുമ്പോൾ ഇല്ലാതെയാവുന്നത്. അതെ, നമ്മൾ ലാസ്റ്റ് മന്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോഫേംസ് പൂട്ടി പോയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഫേംസ് വരെ പെട്ടെന്നായിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നത്, ഇനി മുതൽ ഓപ്പറേഷൻസ് ഒന്നും ഇല്ല, ക്ലോസ് ചെയ്തെന്നല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഫേംസ് സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാക്ക് റെക്കോർഡ് ഇല്ലേ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന നല്ല റിവ്യൂ ഇല്ല പ്രോഫേംസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അത് മാത്രമല്ല നമ്മളൊരു 200K 100K അല്ലെങ്കിൽ 300K എത്ര വലിയ അക്കൗണ്ട് സൈസ് പർച്ചേസ് ചെയ്യാതെ ഒരു 5K 10K ഇത്ര ചെറിയ ഒരു അക്കൗണ്ട് സൈസ് പർച്ചേസ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ചെറിയ അക്കൗണ്ട് സൈസിലേക്ക് കൺവേർട്ട് ആവണം. ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ചെറിയ സൈസിലുള്ള അക്കൗണ്ട്സ് ആണെന്ന് പറയുന്നത്. അതെന്താ അതിന്റെ റീസൺ വെച്ചാൽ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഈ ഒരു 200K അക്കൗണ്ട് എടുത്തു, അതിന് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നിങ്ങൾക്ക് 80,000 വന്നത് 80,000 രൂപ. നാളെ ഈ അക്കൗണ്ട് എടുത്തതിന് ശേഷം നാളെ ഈ അക്കൗണ്ട് പൂട്ടി പോയി എന്ന് പറഞ്ഞാൽ നിന്റെ നഷ്ടം എത്രയാ? നല്ലൊരു അപ്പോൾ ഇവിടെയും ഫണ്ടഡ് അക്കൗണ്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ലോസിനുള്ള എമൗണ്ട് മാത്രമേ കരുതാൻ പറ്റത്തുള്ളൂ. അതെ, ഇപ്പം നിങ്ങൾ ഒരു 5K അല്ലെങ്കിൽ ഒരു 10K അക്കൗണ്ടാണ് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിനക്ക് വരുന്ന എമൗണ്ട് മാക്സിമം 5,000 രൂപയാണ്. നാളെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് റിസ്ക് ചെയ്താൽ മതി. ഇത്രത്തോളം വലിയ എമൗണ്ട് നമ്മൾ റിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ഫണ്ടഡ് അക്കൗണ്ട് നമ്മൾ ഒരിക്കലും ലോങ് ടേം പ്രോസസ് ആയിട്ട് കാണരുത്. നമ്മളൊരു ക്യാപിറ്റൽ ബിൽഡിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക പ്രോഫേംസ്.